അവിടെ എടുത്തു വെക്കൂ. 13 ആളുണ്ട്. ആ ആമി, എടുത്തു വെക്കാം. രാമേട്ടാ, ഈ ട്രൈ പിടിച്ചോളൂ, ഞാൻ മറ്റേതെടുക്കാം. എന്നാ മോള് മുന്നിൽ നടന്നോ. അങ്ങനെ അവർ ഔട്ട് ഹൗസിൽ എത്തി. സിറ്റ് ഔട്ടിൽ ചായ വെച്ചു. പണിക്കാർ ഓരോരുത്തരായി ചായ കുടിച്ചു. 4 പേർ സ്ത്രീകളായിരുന്നു. രാമേട്ടൻ വർഷങ്ങളായി അവിടുത്തെ തോട്ടപ്പണിക്കാരനാണ്. ചായ കുടിച്ച് ആമിയുടെ പുറകിൽ എല്ലാവരും അകത്ത് കയറി. ആമി വാതിൽ തുറന്നു കൊടുത്തു. രാമേട്ടൻ തിരിച്ചുപോയി. പിന്നെ അങ്ങോട്ട് പൊരിഞ്ഞ പണിയായിരുന്നു. ആമി ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളും അവരുടെ കൂടെ ഓരോന്ന് അടുക്കി പെറുക്കി വെക്കാൻ തുടങ്ങി. ഈ സമയം മറ്റൊരിടത്ത്. എന്താണ് കണ്ണ നീ കോഴി മുട്ടയുടെ നിക്കണ പോലെ ഇങ്ങനെ കടന്ന് തിരിയണേ? എന്തേലും കാണാണ്ട് പോയോ? ഇല്ല ഡാ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് കമ്പനി നിൽക്കുമ്പോ ദാറ്റ് നെയിം വാട്ട് കണ്ണ എന്ന് വിളിക്കരുതെന്ന്. അയ്യടാ നീയേ ഞങ്ങൾക്ക് കള്ള കണ്ണനാ, വലിയ CEO വിളിക്കില്ലേ? പോടാ, പോയൊരു കോഫി കൊണ്ടുവാ. അവൻ തലക്ക് കൈ കൊടുത്ത് കണ്ണടച്ചത്. എന്റെ ഗോഡ്, എന്തിനാ എന്നോടിങ്ങനെ? ഇന്നലെ ഫുൾ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞതും പോരാഞ്ഞിട്ട് എന്നാലും എന്തോ ഭംഗിയാ, ശരിക്കും ഒരു മാലാഖയെ പോലെ. ഇനി മാലാഖ വല്ലതും ആണോ? ചിലപ്പോ ആണേലോ. ഇത്രയും ഭംഗിയുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും. ഹോ ഏട്ടായി കോഫി. എന്താ അനക്കൊന്നും കാണാത്തെ? കാറ്റ് പോയോ? ഡാ, എന്താണ് നെഞ്ചത്ത് കൈവച്ച ആലോചന? ഹാർട്ട് അറ്റാക്ക് ആണോ? അല്ലടാ, സ്ട്രോക്ക്. ഞാനേ നിന്നെ പെട്ടെന്ന് കെട്ടിച്ച് വീടിനെ കുറിച്ച് ആലോചിക്കുന്ന. എന്താ നിന്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. പെട്ടെന്നായിക്കോട്ടെ. എന്നാ കോഫി. ഇനി ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ടൈം 9:30. എടാ ഫിലി, വേഗം വാ, എനിക്കൊരിടത്ത് പോകാനുണ്ട്. അതിന് ഈ നേരത്ത് മീറ്റിംഗ് വെച്ചിട്ടില്ലല്ലോ. അത് പിന്നെ ഇത് വേറെ കാര്യം. വന്നേ. ശരി. അങ്ങനെ അവർ കമ്പനിക്ക് പുറത്തെത്തി. അവർ യാത്ര തുടങ്ങി. ഒരു സ്ഥലം എത്തിയപ്പോ എനിക്ക് ദാഹിക്കുന്നു. നീ അല്ലേ ഇപ്പൊ കോഫി കുടിച്ചേ? അത് പിന്നെ എനിക്ക് വിശക്കുന്നു. നമുക്കേ ഇവിടെ ഇപ്പോ ഡ്രൈവർ വണ്ടി എടുത്തേക്കോ, ആ കഫേയിലോട്ട് പോവാം. അത് നമ്മൾ ഇന്നലെ പോയ കഫേയില്ലേ? ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാ അങ്ങോട്ട് പോവാം. ജെക്കി ചാടി ഇറങ്ങണ കണ്ടിട്ട് ഫെലി അവനെ വണ്ടറടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ കഫേയുടെ അകത്ത് ചെന്നു. ജെക്കി ആദ്യം തന്നെ അവിടെ മൊത്തം കണ്ണൊടിച്ചു. എന്നിട്ട് ഇന്നലെ ഇരുന്ന അതേ സ്പോട്ടിൽ തന്നെ ഇരുന്നു. വെയിറ്റർ വന്നു. ഹി വാസ് സോ എക്സൈറ്റഡ് ടു സീ, ബട്ട് അവനെ പ്രതീക്ഷ മാറ്റി കളഞ്ഞ അതൊരു ബോയ് ആയിരുന്നു. അതിന്റെ ഫ്രസ്ട്രേഷനിൽ അവനൊരു ബ്ലാക്ക് ടീ മാത്രം പറഞ്ഞു. അല്ല, നിനക്കല്ലേ വിശക്കുന്നു പറഞ്ഞ, എന്നിട്ട് ചായ കുടിക്കാനാന്നോ പോയേ? ജെക്കി ഒന്നും മിണ്ടിയില്ല. He was so excited to pay the bill. So അവൻ കാഷ്വാലിറ്റിയിൽ ചെന്നപ്പം യദുവേട്ടനായിരുന്നു. അപ്പോഴും നിരാശയായിരുന്നു ഫലം. പിന്നെ അവൻ ഒന്നും നോക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഫെലി കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു. അവർ നേരെ കമ്പനിയിലോട്ട് വിട്ട്. നിനക്ക് എവിടെ പോവാനുണ്ടെന്നും പറഞ്ഞിട്ട് ഇന്നൊരു മൂടില്ല. ഫെലി അവനെ വല്ലാണ്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജെക്ക് ഫുൾ ഡെസ്പാണ്. സോ അവൻ എംപ്ലോയീസിനൊക്കെ പറപ്പിക്കുന്നുണ്ടായിരുന്നു. അല്ല, നമ്മൾ ഇന്ന് കഫേയിൽ പോയ പിന്നലെ കണ്ട കൊച്ചിനെ കാണാൻ പറ്റിയില്ല അല്ലേ? കാണാൻ പറ്റിയില്ല. എന്ത്? അല്ല, അവളൊന്നും ഇല്ല അല്ലേ? ഇല്ലാലോ. ഞാൻ ഓർത്തില്ല. അവൾ സ്റ്റുഡൻ്റ് ആണെന്നല്ലേ പറഞ്ഞ, അപ്പോൾ ക്ലാസ്സിന് പോയി കാണും. അപ്പൊ ഇന്നലെ മൺഡേ ആയിരുന്നില്ലേ? അത് വേണേലേ വീട്ടിൽ കഷ്ടപ്പാടായിട്ട് ജോലിക്ക് പോകുന്നതായിരിക്കും. ഞാൻ എന്തൊരു മണ്ടനാണ്. വന്ന് ഫെലിയുടെ അത്ര പോലും ബുദ്ധിയില്ലാണ്ടായോ ദൈവമേ എനിക്ക്. ആമി ഇപ്പോൾ പണിക്കാർക്കൊക്കെ ക്യാഷ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അവരൊക്കെ ചായ കുടിച്ചിട്ട് പോയി. നൈറ്റ് ആദ്യം വന്ന് എന്നത്തെയും പോലെ കച്ചറാക്കി. അവൾ ക്ഷീണമൊക്കെ കാരണം നേരത്തെ കിടന്നുപോയി. പിറ്റേന്ന് ഉച്ചയൊക്കെ ആയപ്പം ഔട്ട് ഹൗസിൽ ആള് വന്നായിരുന്നു. ആ റൊഹാൻ എന്ന ആളും അയാളുടെ ഭാര്യയും മാത്രം. ദേവും ശാലിനിയും അവരെ കാണാൻ പോയായിരുന്നു. ആമി എന്തോ സെമിനാറോ മറ്റോ എഴുതാനുണ്ടെന്നും പറഞ്ഞ് അവൾ ഉച്ച മുതൽ റൂമിലാണ്. നൈറ്റ് 7:30 എഴുതി തീർന്നു. അപ്പോഴേ അവൾക്ക് വിശക്കാൻ തുടങ്ങി. അവൾ താഴെ ചെന്ന് കുറച്ച് സ്നാക്സൊക്കെ എടുത്ത് കഴിച്ച് വാട്ടർമെലൺ അരിഞ്ഞ് പ്ലേറ്റിലാക്കി സിറ്റ് ഔട്ടിൽ ഇരിക്കുവാണ്. ഇവരുടെ വീടിൻ്റെ മുന്നിൽ തന്നെ പാടമാണ്. പാടത്തിൻ്റെ നടുവിലായി വളരെ നേരിയൊരു വഴിയുണ്ട്. ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാം. പിന്നെ പാടത്തിൻ്റെ അപ്പുറം വാഴത്തോട്ടവും പിന്നെ കുറച്ച് വീടുകളും ഒക്കെ ഉണ്ട്. പിന്നെ അവരുടെ കുടുംബക്ഷേത്രവും അപ്പുറത്തുണ്ട്. ഇനി വീടിൻ്റെ പുറകിൽ ഒരു ചെറിയ രീതിക്ക് കാട് പിടിച്ച് കിടക്കുമെന്ന്. അതിൻ്റെ അപ്പുറത്തായി റോഡുണ്ട്. ആ റോഡാണ് മെയിൻ റോഡുമായിട്ട് കണക്റ്റ് ആകുന്നത്. ഇനി ഈ ഔട്ട് ഹൗസ് ഇവരുടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലെയാണ്. വീട് കുറച്ച് ദൂരെയായി തോന്നുമെങ്കിലും
ആമിയുടെ മുറിയുടെ ജനൽ തുറന്ന് ഔട്ട് ഹൗസിന്റെ മുകളിലത്തെ മുറിയുടെ ജനൽ കാണാം. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഔട്ട് ഹൗസിലെ കുറെ കാലത്തിന് ശേഷമുള്ള വെട്ടം കണ്ടിട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. അവൾ ഫോൺ എടുത്തിട്ട് അവൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കും കയ്യിൽ പിടിച്ച് അങ്ങോട്ടേക്ക് നടന്നു. അവിടെ സിറ്റൗട്ടിൽ ആരോ ഇരിക്കുന്നുണ്ട്. ആമി മരങ്ങൾക്കിടയിലൂടെ വന്നപ്പോൾ അവർ ഒന്ന് പേടിച്ചു. ആരാ? ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. ഹലോ, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. ഉച്ചക്ക് ബിസി ആയിരുന്നു, അതാ. ആമി ഇലകൾ നീക്കി മുന്നോട്ട് വന്നതും ആരിഷി മെഹത്ത, ആരു, ഏജ് 28, പ്രഗ്നന്റ് ആണ്. ആളുടെ അച്ഛൻ ഇന്ത്യക്കാരനും അമ്മ മലയാളിയുമാണ്. ഷി വാസ് എ ഡോക്ടർ, പീഡിയാട്രീഷ്യൻ. നോ പ്രഗ്നന്റ് ആയത് പോകുന്നില്ല. അവരുടെ ഭർത്താവും ഫാമിലിയും ഒക്കെയാണ് അവരുടെ ലൈഫ്. ആളൊരു പാവമാണ്. ആളുടെ ഭർത്താവിന്റെ സിബ്ലിങ്സ് ഇവളെ ചേച്ചിയമ്മ എന്നതിലുപരി അമ്മ തന്നെയാണ്. അല്ല ചേച്ചി, നിങ്ങളാ ഇവിടെ താമസം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇനി കാണാൻ പറ്റുമെന്നും കരുതിയില്ല. അല്ല, ആരിത്? ആമിയോ? താനാണോ അപ്പോ ദേവങ്കലിന്റെ മോള്? വാ, അകത്തോട്ടിരിക്കൂ. കിച്ചുവേട്ടാ, ആരാ വന്നിരിക്കുന്നേ നോക്കൂ. റോഹാൻ കൃഷ്ണ, ഏജ് 30. സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റും പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സും എല്ലാം ഉണ്ട്. പിന്നെ UK-ലായിരുന്ന സമയത്ത് അവിടെ പുള്ളിയുടെ മാളുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാനേജറെ ഏൽപ്പിച്ചു പോന്നു. സ്വഭാവം ഭയങ്കര കൂളാണ്, സപ്പോർട്ടീവ്, പാവമാണ്. എല്ലാവരും നന്നായി കെയർ ചെയ്യും. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അതെ ചേട്ടാ. എന്നോട് ആരും എല്ലാം പറഞ്ഞായിരുന്നു. തന്റെ പേരെന്താ? യാമിക. ആമിയെന്ന് എല്ലാവരും വിളിക്കാം. എന്നെ കിച്ചുവേട്ടാന്ന് വിളിച്ചോ? അല്ല, പഠിക്കുവാണോ? അതെ, PG സെക്കൻഡ് ഇയർ. ഓ, PG ഒക്കെ എത്തിയല്ലേ? അല്ല, ഏതാ വിഷയം? MBA ആ ചേച്ചി. നിങ്ങളെ മാരേജ് കഴിഞ്ഞിട്ട് കുറെ ആയോ? 3 ഇയർ ആയി. ലവ് മാരേജ് ആയിരുന്നു. ഓ, ചേച്ചിയുടെ പേരെന്താ? ആരിഷി മെഹത്ത. മെഹത്ത? അത് കേരളത്തിൽ? എന്റെ അച്ഛനെ മുംബൈക്കാരനായിരുന്നു. ഓ, അങ്ങനെ. കുടിക്കാൻ എടുക്കട്ടെ? ഏയ് വേണ്ട, ഞാൻ ചുമ്മാ സിറ്റൗട്ടിൽ ഇരുന്നപ്പോ വന്നതാ. ഞാൻ തിരിച്ചു പോവാണേ, അമ്മ അന്വേഷിക്കും. അല്ല, തനിക്കിപ്പോ ക്ലാസ് ഇല്ലേ? ഞങ്ങൾക്ക് ഈ വീക്ക് ലീവാ. ആണോ? എങ്കിൽ നാളെ പോലും ഞാൻ പോയാൽ ഇവൾക്കൊരു കൂട്ടാകും. അല്ല, താൻ ബുക്കൊക്കെ വായിക്കോ? എപ്പോഴുമില്ല, ഇടക്കൊക്കെ ഒഴിവ് കിട്ടുമ്പോ. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ആഹാ, ഇവിടെ കിച്ചുവേട്ടന്റെ വായന മാത്രമേ ഉള്ളൂ. ഇവിടെ ഷെൽഫ് നിറച്ചും ബുക്കാ. ഇനി എന്തെല്ലോ നാളെ വരാനുണ്ടെന്നാ പറഞ്ഞു. കൊള്ളാലോ ചേട്ടാ. നിനക്ക് ഇഷ്ടമാണെ വന്ന് എടുത്തോണ്ട്. ഇവിടെ കണ്ണനല്ലാതെ വേറെ ആരും വായിക്കാറില്ല. ആണോ ചേട്ടാ? താങ്ക്സ്. അല്ല, ആരാ ഈ കണ്ണൻ? ഓ, അതിന്റെ അനിയനാണ്. ശരി, എന്നാൽ എന്നെ ഇറങ്ങുവാണേ. ആമി, മോളെ ഇങ്ങ് വന്നേ. ഈ അപ്പം എടുത്ത് ചുട്ടേക്കണേ. ഞാനേ തോട്ടത്തിൽ നിന്ന് കറിക്കെടുക്കാൻ ഇച്ചിരി വെള്ളരിയുമായിട്ട് വരാം. ആമി എന്നിട്ട് അപ്പം ചുടാൻ തുടങ്ങി. ഇവരുടെ വീടിന്റെ റൈറ്റ് സൈഡിലായി ഒരു പച്ചക്കറി ആൻഡ് പഴങ്ങളുടെ തോട്ടമുണ്ട്. അത്യാവശ്യം പച്ചക്കറിയെല്ലാം അവിടെ ഉണ്ട്. സോ അങ്ങോട്ടാണ് പോയത്. അന്നേരമാണ് എന്നത്തെയും പോലെ ആദ്യം പോവാൻ ഇറങ്ങാനായി താഴോട്ട് വന്നത്. ആദ്യേട്ടാ, ഇവിടെ ഇരിക്കൂ, ഞാനിപ്പോ അപ്പം എടുത്തോണ്ട് വരാവേ. അങ്ങനെ അവർ അപ്പം എല്ലാം ചുട്ടു കഴിഞ്ഞ് കറിയും വെള്ളവും ഗ്ലാസും പാത്രവും എല്ലാം ആയിട്ട് കൊണ്ടുവന്ന് വെച്ച് അവർ കഴിപ്പ് തുടങ്ങി. അവൾ പാല് വാങ്ങിക്കാൻ സൈക്കിൾ കൊണ്ടിറങ്ങി. ആക്ച്വലി ഇവർ സ്ഥിരമായിട്ട് നാരായണേട്ടൻ്റെ വീട്ടിലെ പാലാണ് വാങ്ങിക്കാറ്. അവിടെയുള്ള ഏകദേശം എല്ലാവരും അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ആമി എപ്പോഴും പാടത്തിൻ്റെ നടക്കാനുള്ള രീതിയിലുള്ള വഴിയിലൂടെ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകും. ഡേഞ്ചറസ് ആണ്, ബട്ട് അവൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങോട്ട് പോകാൻ റോഡിലൂടെ വഴിയുണ്ട്, പക്ഷെ കുറേ ചുറ്റിക്കറങ്ങണം. ഇന്നേരം ആരും ഇതുവഴി പോകാറില്ല. സോ അവളെപ്പോഴും ഇന്നേരമാണ് പോകാറ്. അവൾ സൈക്കിൾ എടുത്ത് ബോട്ടിൽ കൊട്ടയിലിട്ടിട്ട് ഇറങ്ങിയപ്പോൾ അമ്മ പുറകെ നിന്ന്, ആമി, നീയേ നമ്മുടെ ഔട്ട് ഹൗസിലുള്ളവർക്ക് പാല് വേണമെന്ന് ചോദിക്കും. എന്നാ പിന്നെ ഒരുമിച്ച് കൊണ്ടുവരാലോ. ആമി സൈക്കിളുമായിട്ട് ഔട്ട് ഹൗസിന്റെ അടുക്കള വശത്തൂടെ പോയി. ചേച്ചിക്കുട്ടി. അവൾ 2 തവണ സൈക്കിൾ ബെല്ലമർത്തി. അപ്പോ അടുക്കള വഴി ആരും ഇറങ്ങി വന്നു. അല്ലെന്റെ അമ്മയെ, നീ രാവിലെ തന്നെ ഇതെങ്ങോട്ടാ? പാല് വാങ്ങിക്കാനോ? നിങ്ങൾക്ക് വേണോ? ഞാൻ കൊണ്ടുവരാം. നാരായണേട്ടന്റെ പാലാ, ശുദ്ധമായ വെള്ളം ചേർക്കാത്ത പാല്, അവിടുത്തെ അമ്മയുടെ നെയ്യുള്ള പാല്. നല്ല ചായ കാച്ചിങ്ങ് കുടിച്ചാൽ പിന്നെ എന്നും വാങ്ങിക്കും. ആഹാ, അയ്യോ, നിങ്ങൾക്ക് പാക്കറ്റ് പാലാണ് പ്രിഫറബിൾ എന്നുണ്ടേ വേണ്ടാട്ടോ, നിങ്ങളുടെ ഇഷ്ടം. എന്റെ കുട്ടിയെ, ഒരു കുപ്പിപ്പാൽ ഇങ്ങോട്ടൂടെ വാങ്ങിച്ചോ. പിന്നെ കാശ് 1 മാസത്തിന് ഒന്നിച്ചു കൊടുക്കുമായിരിക്കുമല്ലേ? ചേച്ചി, എന്നാ പോയിട്ട് വരാവേ. ആമി നാരായണേട്ടന്റെ വീട്ടിലോട്ട് പോയി. പിന്നെ പാലൊക്കെ വാങ്ങി ചുമ്മാ സിറ്റൗട്ടിലിരുന്ന് കാറ്റൊക്കെ കൊണ്ട് പാടത്തേക്ക് നോക്കി മിഴിച്ചിരിക്കുക.
നിവേദ്യ ശങ്കർ, ഏജ് 24, ആമിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആക്ച്വലി ഇവൾ ആമിയുടെ മൂത്തതാണെങ്കിലും ആമി ചേച്ചിയൊന്നും വിളിക്കാറില്ല. ആമി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ റാഗിങ് ടൈമിൽ നിവിയാണ് രക്ഷിച്ചത്. നിവി അന്ന് അവിടെ 3rd ഇയർ ആയിരുന്നു. ആമിയും നിവിയും ഡിഗ്രി പഠിച്ചത് മുംബൈയാണ്. അവിടെ മലയാളീസ് കുറവാണ്. സോ ആമിക്ക് ആകെ കൂട്ടി നിവിയായിരുന്നു. പോരാത്തതിന് അവർ ഹോസ്റ്റൽ റൂംമേറ്റ്സ് ആണ്. ലൈക്ക് നമുക്ക് സ്റ്റേറ്റ് ബേസ് വേണമെങ്കിൽ റൂംമേറ്റ്സ് ആയിട്ട് നിൽക്കാം. നിവി അവിടെയാണ് PG ചെയ്തത്. സോ 3 years കട്ട ഫ്രണ്ട്ഷിപ്പ്. ആമി പിന്നെ PG നാട്ടിലാണ്, അറിയാമല്ലോ, ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ നിവി അവൾ MBA ആണെങ്കിലും അവൾക്ക് ബിസിനസ്സിനോടൊന്നും യാതൊരു താല്പര്യമില്ല. അച്ഛൻ്റെ ഇഷ്ടത്തിന് MBA എടുത്ത് ഇപ്പോൾ അവളുടെ ഇഷ്ടത്തിന് ഒരു ഫ്ലവർ ഷോപ്പ് നടത്തുന്നു. ഷീ ഈസ് വെരി ബോൾഡ് ആൻഡ് മെച്യൂർ ക്യാരക്ടർ. അല്ല ആരുടെ നിവിമ്മേ, നീ ഇതെപ്പോഴാണ്? ഓ, ഇന്നലെ നൈറ്റ് എത്തിയടി. നീ വേഗം വന്നേ. എന്തിനാടി? 2 ദിവസം ഷോപ്പ് അടച്ചിട്ടിട്ടേ കുറെ ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്. അതൊക്കെ കൊടുത്ത് തീർക്കണം. എന്നെ ഹെൽപ്പ് ചെയ്യേ. ഞാൻ സ്ട്രോബെറി ഷേക്ക് വാങ്ങിച്ചു തരാം. ആണോ? എങ്കിലൊക്കെ, ഞാൻ ചേഞ്ച് ആക്കിയിട്ട് വരാം. നീ ഇരിക്കും. നിവി ബാ പോവാം. ഇങ്ങനെയോ? എന്തേ? എടി ഫ്ലവേഴ്സ് കൊണ്ടുപോയി കൊടുക്കാൻ നീ ഈ ധാവണിയാണോ കൊടുക്കുന്നത്? അതിനിപ്പോ എന്നാ? എടി നീ വല്ല കാഷ്യൂസ് ഇടും. ഇങ്ങനെ പോയ എല്ലാരും നിന്നെ ഒരുമാതിരി നോക്കും. ഓ പിന്നെ, ഞാനതൊന്നും കാര്യാക്കാറില്ല. ഞാൻ എന്ത് ഇടണമെന്ന് എന്റെ ഇഷ്ടല്ലേ. അതിനോട് ഞാൻ യോജിക്കുന്നു. എന്നാലും പോട്ടെ, നീ കേറ്. അങ്ങനെ അവർ നിവിയുടെ സ്കൂട്ടറിൽ ഷോപ്പിലോട്ട് വിട്ടു. ഫ്ലോറിഡ അവിടെ 2-3 ആളുകളൊക്കെ ഉണ്ട്. അവർ ഡിഫറെൻറ്റ് ടൈപ്പ് ബൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിവിയുടെ സ്റ്റാഫ്സാണ്. നിവി അവളെ ഫ്രീസിങ് റൂമിലോട്ട് കൊണ്ടുപോയി ഈ ഫ്ലവേഴ്സൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന സ്ഥലത്തോട്ട്. എന്നിട്ട് ഓരോ ബൊക്കെ എടുത്തു. നോക്കാമി, ഇത്രയുണ്ട്. അതൊക്കെ ഈ ലൊക്കാലിറ്റിയിലുള്ളതാ. ആ 5 ഇച്ചിരി ദൂരെയാ. അത് ഞാൻ സ്കൂട്ടറിൽ കൊണ്ടു കൊടുത്തോളാം. നീ എൻ്റെ കാറുണ്ട് ഫ്രണ്ടിൽ, അതുമായിട്ട് കൊണ്ടു കൊടുത്തോ. പിന്നെ കാർഡ് കൊടുക്കാനും സൈന് വാങ്ങാനും മറക്കരുത്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നുമില്ല. ഒരു ഉച്ച ആകുമ്പോഴത്തേക്കും ഞാൻ എത്തിക്കോളാം. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയൊക്കെ പിന്നെ. എന്ന് നീ പറഞ്ഞു നിർത്തിയപ്പോൾ ആമി ഇതെല്ലാം തലയായിട്ട് കേട്ടോണ്ടിരുന്നു. ഒരു 15 പൊക്കെ എങ്ങാണ്ടുണ്ട്. ആമി അതൊക്കെ നിവിയുടെ ഹെൽപ്പോടെ കാറിലേക്ക് വെച്ച് എന്നിട്ട് അവൾ പോകാൻ തുടങ്ങി. ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ അവർ കണ്ടുപിട്ടിയത്. എന്നിട്ട് അവർ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് വീണ്ടും ഫ്ലവേഴ്സ് ഡെലിവറി ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും നിവിയുടെ ഒക്കെ കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞോ? ഒന്നുകൂടെ ഉണ്ട്, ലാസ്റ്റിലാണ്. എന്നിട്ട് വേഗം വായോ. അവൾ കാർ എടുത്തു പോയി. ഡെലിവറി അഡ്രസ് അനുസരിച്ച് എത്തിയത് ഒരു വലിയ കമ്പനിയുടെ ഫ്രണ്ടിലായിരുന്നു. JK ഇൻഡസ്ട്രീസ് ഓഫ് ടെക്നോളജി. അവൾ അഡ്രസ് ചോദിച്ചു. എല്ലാം കറക്റ്റാണ്. ഈ കമ്പനിക്കാണോ ബൊക്കെ? അവൾ ആ ബൊക്കയുടെ നെയിം കാർഡ് വായിച്ചു. ഓ, അപ്പൊ സിഒക്കാണ്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ബൊക്കെ എടുത്തിട്ട് കമ്പനിയുടെ ഉള്ളിലോട്ട് കയറി. റിസപ്ഷനിസ്റ്റിന്റെ അടുത്തോട്ട് വന്നു. ഹലോ, എനിക്ക് സിഇഒയെ ഒന്ന് കാണണമായിരുന്നു. ഓ, അപ്പോയിന്റ്മെന്റ് എടുത്തായിരുന്നു മാഡം? അല്ല, ആക്ച്വലി സാറിന് ഒരു ബൊക്കെ ഉണ്ട്, അത് ഡെലിവറി ചെയ്യാൻ. ഈ നെയിം കാർഡ് നോക്കൂ, എന്നിട്ട് പറയൂ. ആഹാ, ലേബർ മാഡത്തിന്റെ അടുത്തുനിന്നാണോ? എങ്കിൽ മാഡം ചെല്ല്, 3rd ഫ്ലോറിൽ എങ്കിൽ ആണ് കേട്ടോ. ആമി ലിഫ്റ്റിലോട്ട് കയറി. അപ്പോഴാണ് ഡോറിൽ ഒരു നോക്ക് കേട്ടത്. ഹലോ സർ. എന്താ പറയൂ? സാറിന് ഒരു ബൊക്കെ ഉണ്ടായിരുന്നു. അത് കേട്ടിട്ട് JK സംശയത്തോടെ തല പൊക്കിയതും JKയുടെ കിൽ ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. 4 days ആയിട്ടാണ് അവൻ ഫെലിക്സിനോട് ഓരോന്ന് പറഞ്ഞ് കഫേയിൽ പോയിക്കൊണ്ടിരുന്നത്. ബട്ട് ഒരു തവണ പോലും കാണാൻ പറ്റിയില്ല. Now he is in front of him. This bouquet from Miss Leiba for you. This yellow rose symbolizes the friendship between 2 persons, or they want to create friendship with you. ആമി പറയുന്നതൊക്കെ JK കേട്ട് അവളെ നോക്കി നിന്നു. ആമി ബൊക്കെ JKക്ക് നീട്ടി. അവനത് വാങ്ങി. അവന്റെ കൈ അവളുടെ കൈകളുടെ മുകളിലൂടെ ഉരസി. He gets sparkles in his stomach. Why so cold? തന്റെ കൈ എന്താ വല്ലാണ്ട് തണുത്തിരിക്കുന്നു? അത് കാറിൽ AC ഇട്ടിട്ടാണ് സർ.
ഡാ കണ്ണ ആ പ്രൊജക്റ്റ് നമുക്ക് തന്നെ താനെന്താ ഇവിടെ? ഹേയ് നിങ്ങൾ അന്ന് കഫേയിൽ വെച്ച് കണ്ട ആള് അല്ലേ? ആ അതെ, താനെന്താ ഇവിടെ? അത് ബൊക്കെ കൊടുക്കാൻ വന്നതാ. വാട്ട്? ഒക്കെയോ? എന്തിന്? അയ്യോ തെറ്റിദ്ധരിച്ചില്ലേ, ഓർഡർ ഉണ്ടായിരുന്നു, സോ അത് കൊടുക്കാൻ. ഓ ഓ അങ്ങനെ. സൈൻ ഹിയർ പ്ലീസ്. ജെയ്ക്ക് ആമിനെ തന്നെ നോക്കുവാണ്. എന്നിട്ട് സൈൻ ചെയ്തു കൊടുത്തു. അപ്പോൾ ഓക്കെ സർ, ഗ്ലാഡ് ടു മീറ്റ് യു. ഇത് ഷോപ്പിന്റെ കാർഡാണ്. ഇഫ് യു വാണ്ട് ടു ബൈ ഫ്ലവർ ഓർ ടു സമ്മൺ പ്ലീസ് കോൺടാക്ട് us. ആമി എന്നിട്ട് കാർഡ് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ജെയ്ക്ക് ഇപ്പോഴും മായാലോകത്താണ്. കണ്ണാ, ഡാ കണ്ണ, നീ എന്താ ആലോചിക്കണേ? ഡാ റിയലാണോ അല്ല ഫേക്ക് എന്തുവാടാ? അത് നേരാട്ടോ, അവൾ ഒരു ട്രഡീഷണൽ ബ്യൂട്ടിയാണ്. ഇപ്പോഴാ മനസ്സിലായി അവൾ കഫേയിൽ മാത്രമല്ല ഫ്ലവർ ഷോപ്പിലും വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല അതാവും നമ്മൾ ചെന്നപ്പോഴൊക്കെ കാണാണ്ട് പോയേ. വേണുഗാനമതി അലൈപായുതേ കണ്ണാ